മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ശത്രുക്കൾക്കെല്ലാം മഹാലക്ഷ്മിയും കണ്ണനും കൂടി നല്ല മുട്ടം പണി കൊടുക്കുന്ന എപ്പിസോഡുകളാണ് കേട്ടോ വരാൻ പോകുന്നത്. ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് മോഹിനി അമ്പലത്തിൽ പോയി ദേവിയുടെ മുമ്പിൽ കരഞ്ഞു നിന്ന് ഒരുപാട് സമയം തൊഴുത് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷം മോഹിനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ മോഹിനി അവിടെ തളർന്ന് സങ്കടത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് മഹാലക്ഷ്മി എപ്പോഴും കാണാറുള്ള ആ ഒരമ്മ മോഹിനിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മോഹിനിനെ കാണുമ്പോൾ തന്നെ മോഹിനിയുടെ തോളിൽ കൈ വെച്ചിട്ട് എന്താ മോളെ ഇവിടെ ഇരിക്കുന്ന, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ മോഹിനി ഒന്നും പറയുന്നില്ല. വളരെ സങ്കടത്തോടു കൂടി ഇങ്ങനെ എന്ത് പറയണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, മോളുടെ സങ്കടമൊക്കെ എനിക്കറിയാം, മോളെ ആപത്തിൽപ്പെട്ടിരിക്കുകയാണല്ലേ, അവളെ ആപത്തിൽപ്പെടുത്തിയത് മോൾക്ക് ചുറ്റുമുള്ള ആളുകൾ തന്നെയാണ്. പക്ഷെ ആ മോൾക്ക് ഒരാപത്തും സംഭവിക്കില്ല. അയ്യപ്പസ്വാമിയുടെ പൂർണ്ണ അനുഗ്രഹം കിട്ടിയേക്കുന്ന കുട്ടിയാണത്. അതുകൊണ്ട് തന്നെ ആ മോളെ ഉപദ്രവിക്കാൻ ആർക്കും സാധിക്കില്ല. ആ മോള് ഒരു കുഴപ്പവും പറ്റാതെ മോളുടെ വീട്ടിൽ തിരിച്ചെത്തും. മോളുടെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ആ മോളുടെ വീട്ടിലുണ്ടാവും. മോള് ധൈര്യമായിട്ട് പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് അമ്മ സമാധാനിപ്പിക്കുമ്പോൾ മോഹിനിക്കത് വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. മോഹിനി ആ അമ്മയുടെ അടുത്ത് നേരാണോ അമ്മ പറയുന്നതെന്ന് ചോദിക്കുമ്പം ആ അമ്മ പറയും, മോള് പേരുകൊണ്ട് മാത്രമല്ല എല്ലാ രീതിയിലും മഹാലക്ഷ്മി തന്നെയാണ്, അവളെ ഉപദ്രവിക്കാൻ ആർക്കും സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് മോഹിനി അങ്ങനെ വീട്ടിലേക്ക് പോകാനായിട്ട് തുടങ്ങുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കണ്ണനെയും അനന്തൂനെയും ലേഖേനെയാണ്. കണ്ണൻ അനന്തൂനോടൊക്കെ പറയുന്നുണ്ട്, ഇത്ര നേരമായിട്ടും അയാൾ എനിക്കൊന്ന് ഫോൺ ചെയ്യുമോ, ഒന്നും ചെയ്തിട്ടില്ല, അയാൾക്ക് എന്തോ ഒരാപത്ത് പറ്റിയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നതെന്ന് പറയുമ്പോൾ എന്നാൽ നമുക്ക് ഇപ്പം തന്നെ പ്രതാപൻ്റെ വീട്ടിലോട്ട് പോകാം എന്നും പറഞ്ഞ് കണ്ണനും അനന്തും ലേഖയും കൂടി പ്രതാപൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ദുർഗയെയും ഉണ്ണീനെയും മഞ്ജുവിനെയൊക്കെയാണ്. അവരിങ്ങനെ പറയുന്നുണ്ട്, ഇത്ര നേരമായിട്ടും കണ്ണേട്ടൻ അവളെക്കുറിച്ച് അന്വേഷിച്ചില്ല എന്നാണ് തോന്നണേ, അവൾക്കിങ്ങനെ ആപത്ത് പറ്റിയതൊന്നും കണ്ണേട്ടനെ അറിഞ്ഞിട്ടില്ല. എന്തായാലും നന്നായി, കുറച്ച് സമയം കഴിഞ്ഞ് അറിയണമെങ്കിൽ അവൾ അപ്പോഴേക്കും പരലോകത്ത് എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്തായാലും സമാധാനമായി. ഇനി കരുണേടത്തിയും ഭയങ്കര സന്തോഷത്തിലായിരിക്കും. കാരണം കരുണേടത്തിനെ തോൽപ്പിക്കാനോ വെല്ലുവിളിക്കാനോ ഇനി ആ സ്ത്രീ ഇവിടെ ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ണിയും പറയുന്നുണ്ട്, അത് ശരിയാ, കരുണയ്ക്ക് എന്തായാലും സന്തോഷമാവും, അതുകൊണ്ട് എനിക്ക് സമാധാനമായി. ഇനി മഞ്ജുവിൻ്റെ കാര്യം എങ്ങനെയെങ്കിലും നടത്തിയെടുത്തതിന് ശേഷം അവൻ്റെ സ്വത്തുക്കളൊക്കെ നമുക്ക് അവനെ തഞ്ചത്തിൽ നിന്ന് അവൻ്റെ നിന്നും എഴുതി മേടിക്കണം. അതുവരെ നിങ്ങൾ അവനോട് സ്നേഹത്തോടുകൂടി പെരുമാറുകയും നിൽക്കുകയൊക്കെ ചെയ്യണം എന്നൊക്കെ ദുർഗ മക്കൾക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മേഘനാഥൻ്റെ വീടാണ്. മേഘനാഥൻ്റെ വീട്ടിൽ മേഘനാഥനും വാമദേവനും കൂടി പറയുന്നുണ്ട്, പ്രതാപൻ ഏൽപ്പിച്ച ഗുണ്ടകൾ അവളെയും കൊണ്ട് പോയിട്ട് ഒരു വിവരവും ഇല്ലല്ലോ, അവളെ മിക്കവാറും അവർ ആ ബോധമില്ലാത്ത അവസ്ഥയെ തന്നെ കൊക്കയിലേക്ക് ഇട്ടിട്ടുണ്ടാവും, അവൾ അവിടെ കിടന്ന് മരിച്ചു പോയിട്ടുണ്ടാവും. എന്തായാലും കണ്ണൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് തോന്നണേ. കണ്ണൻ്റെ ഭാഗത്ത് നിന്ന് ഒരന്വേഷണം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് പ്രതാപൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പം സീമന്തിനി പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയാൽ ഇതിൻ്റെ പുറകെ കേസോ കാര്യങ്ങളൊക്കെ വന്നാൽ നിങ്ങളും ഇതിൽ പെടുട്ടോ എന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, അതിന് കേസിൽ ഞങ്ങൾ പെടാൻ, ഞങ്ങൾ ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഗുണ്ടകളെ ഏൽപ്പിച്ച് കൊട്ടേഷൻ കൊടുത്ത് അവളെ അവിടെ നിന്ന് കൊണ്ടുപോയത് പ്രതാപനല്ലേ, അപ്പോൾ കേസ് വരികയാണെങ്കിൽ അത് പ്രതാപനെ ബാധിക്കുള്ളൂ, ഞങ്ങളെ ബാധിക്കില്ല. പിന്നെ മഹാലക്ഷ്മിയെ കാണാതെ ആയിരിക്കുന്നത് പ്രതാപൻ്റെ വീട്ടിൽ നിന്നല്ലേ, അതുകൊണ്ട് എന്തായാലും അന്വേഷണം വരുമ്പോൾ പ്രതാപം കുടുങ്ങിയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് കണ്ണൻ്റെ ജീവിതത്തിൽ നിന്നും അവൾ പോയി കിട്ടിയാൽ മതി. ഇനി അവളുടെ സ്വത്തുക്കളെല്ലാം എനിക്കും എൻ്റെ മക്കൾക്കും കൂടി അനുഭവിക്കാൻ കിട്ടും എന്നൊക്കെ വാമദേവനും പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ സീമന്തിനിക്കും സമാധാനമാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മിയെ രക്ഷിക്കാനെത്തിയ ആ യുവാവിനെയാണ് കേട്ടോ. അപ്പോൾ മഹാലക്ഷ്മി അയാളുടെ പുറകിൽ ബൈക്കിലിങ്ങനെ വരികയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, മനസ്സിൽ നന്മയുള്ളവരെ ഉപദ്രവിക്കാൻ ആർക്കും സാധിക്കില്ല, സഹോദരിയുടെ മനസ്സിൽ ഒരുപാട് നന്മയുണ്ട്, അതുകൊണ്ടാണ് സഹോദരിക്ക് ആപത്ത് വന്നപ്പോൾ കൃത്യസമയത്ത് സഹോദരിയെ രക്ഷിക്കാൻ ഞാൻ വന്നത്, എന്നെ സാക്ഷാൽ അയ്യപ്പ ഭഗവാനാണ് ഇങ്ങോട്ട് അയച്ചത് സഹോദരിയെ രക്ഷിക്കാനായിട്ട്, ഭഗവാൻ ഒരിക്കലും ഭക്തരെ കൈവിടൂല, അതുകൊണ്ടാണ് കൃത്യസമയത്ത് ഞാനെത്തി നിങ്ങളെ രക്ഷിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇനി നമ്മൾക്ക് എങ്ങോട്ടോ പോകേണ്ട, കമലേശ്വരത്തേക്ക് പോകണോ അതോ വീട്ടിലേക്കാണോ പോകേണ്ടതെന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും എന്നെ കൊന്നു കളയാൻ കൊട്ടേഷൻ കൊടുത്ത അവരുടെ അടുത്തേക്ക് തന്നെ പോകാം, അവിടെ ചെന്നിട്ട് അവരോട് എനിക്ക് മുഖത്ത് നോക്കി കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, എന്നെ സ്നേഹം അഭിനയിച്ച് വിളിച്ചു കൊണ്ടുവന്നത് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ചോദിച്ചിട്ടേ വീട്ടിലോട്ട് പോകുന്നുള്ളൂ, ആദ്യം നമുക്ക് നേരെ പ്രതാപൻ്റെ വീട്ടിലോട്ട് പോകാമെന്നും പറഞ്ഞ് അവർ പ്രതാപൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് കരുണാലയത്തിൽ കരുണയും മുത്തശ്ശിയും പ്രതാപനും ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ മുത്തശ്ശി കരുണയോട് പറയുന്നുണ്ട്, നിൻ്റെ അമ്മ ആ മോഹിനി അമ്പലത്തിലോട്ട് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ലല്ലോ, മോള്
പോയ വിഷമത്തിൽ അവൾ അവിടെ കിടന്ന് പ്രാർത്ഥിച്ച് മരിച്ചു കാണുമോ എന്നറിയില്ല. അത് കേട്ട് ചിരിച്ചുകൊണ്ട് പ്രതാപൻ പറയുന്നുണ്ട്, അവളിനി എത്ര അവിടെ കിടന്ന് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, അവളുടെ മോളിപ്പോൾ എത്തേണ്ടോടത്ത് എത്തിയിട്ടുണ്ടാവും, അവളുടെ ബോഡി പോലും കാണാനുള്ള ഭാഗ്യം മോഹിനിക്ക് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ചിരിക്കുമ്പം കരുണയും പറയുന്നുണ്ട്, അതേതായാലും നന്നായി അച്ഛാ, ഇനി അവക്കടെ ഭരണം കാണണ്ടല്ലോ എനിക്ക്. അതുപോലെ തന്നെ ആ കണ്ണച്ചാരുടെ അഹങ്കാരം ഇതോടുകൂടി തീരും. അല്ലെങ്കിൽ അവളെ കണ്ടുകൊണ്ടാണല്ലോ ആ കണ്ണച്ചാർ അഹങ്കരിച്ചുകൊണ്ടിരുന്നത്. എന്ത് ഭരണവും അധികാരവും ആയിരുന്നു അയാൾക്ക്. ഇനി കമലേശ്വരത്ത് അധികാരം കാണാണ്ട് സ്വസ്ഥമായിട്ട് എനിക്കും ഉണ്ണിയേട്ടനും എല്ലാവർക്കും ജീവിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് കരുണയും ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. അതിനുശേഷം കരുണയും മുത്തശ്ശി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പ്രതാപൻ വേഗം തന്നെ ഫോണെടുത്ത് വാമദേവന് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വാമദേവൻ ഫോൺ എടുത്തതും, എന്തായി പ്രതാപ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, അവളെ കൊണ്ടുപോയവന്മാർ വിളിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാമദേവൻ, അപ്പോൾ എനിക്ക് ഫോണിൽ വിളിക്കണ്ട, നേരിട്ട് കാണാമെന്നാണ് ഞാൻ അവന്മാരോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന്മാരെന്നെ ഫോണിൽ വിളിക്കുകയൊന്നുമില്ല. ബാക്കി കൊടുക്കാനുള്ള പൈസ വാങ്ങാനായിട്ട് അവർ വരുമ്പം ഞാൻ ചോദിച്ചോളാം, അവളെ എവിടെയാണ് കൊണ്ടുവന്നിട്ടേന്നുള്ള വിവരങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാമെന്നൊക്കെ പ്രതാപൻ വാമദേവനോട് പറയുന്നുണ്ട്. അതിനുശേഷം പ്രതാപൻ ചോദിക്കുന്നുണ്ട്, കണ്ണൻ്റെ അറിവ് എന്തെങ്കിലും ഉണ്ടോ, കണ്ണൻ കമലേശ്വരത്തേക്ക് വിളിക്കുകയോ പറയുമോ, മഹാലക്ഷ്മി പോയത് അവൻ അറിയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം വാമദേവൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയതായിട്ടുള്ള ഇതൊന്നും കേട്ടില്ല. ഞാൻ ദുർഗയ്ക്ക് വിളിച്ചിരുന്നു, അപ്പോൾ ദുർഗ കണ്ണൻ വിളിച്ചതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ദുർഗയൊന്നും അറിഞ്ഞതായിട്ട് കണ്ണനെ വിളിച്ച് പറഞ്ഞിട്ടുമില്ല. ഇനിയിപ്പോൾ ദുർഗയൊക്കെ വിളിച്ച് കണ്ണനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരും കൂടി നടത്തിയ പ്ലാനിങ് എന്നുള്ള മനസ്സിലാവുമല്ലോ കണ്ണൻ. അതുകൊണ്ട് അവർ ഇത് പറഞ്ഞിട്ടില്ല. അവരറിയാത്ത ഭാവത്തിൽ തന്നെ നിൽക്കുകയാണ്. കണ്ണൻ ഏറെ താമസിയാതെ ഈ വിവരങ്ങളൊക്കെ അറിയും. ഇനി കണ്ണൻ അറിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. മഹാലക്ഷ്മി എന്നേക്കുമായിട്ട് അവൻ്റെ ജീവിതത്തിൽ നിന്നും പോകുമല്ലോ. ഇനി പോയി കഴിഞ്ഞാൽ അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങളല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവൻ്റെ സ്വത്തുക്കളും സ്ഥാപനങ്ങളും എല്ലാം ഇനി ഞാനും എൻ്റെ മോനും ഉണ്ണിയൊക്കെ ആയിരിക്കും കൈകാര്യം ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ് വാമദേവനും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അതിനുശേഷം പ്രതാപൻ ഫോണൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഗേറ്റിൻ്റെ അങ്ങോട്ട് നോക്കുന്ന പ്രതാപൻ കാണുന്നത് മഹാലക്ഷ്മി കയറി വരുന്നതാണ് കേട്ടോ. അത് കണ്ടതോടുകൂടി ആദ്യം പ്രതാപൻ വിചാരിക്കും ഇത് മഹാലക്ഷ്മിയുടെ പ്രേതമായിരിക്കുന്നു. പിന്നെ നോക്കുമ്പോൾ പ്രതാപന് മനസ്സിലാവും മഹാലക്ഷ്മി ജീവനോടുകൂടി തന്നെ വന്നേക്കണേന്ന്. അത് കണ്ടിട്ട് പ്രതാപന് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് കിടന്ന് പരങ്ങണ സമയത്താണ് മുത്തശ്ശിയും കരുണയും കൂടി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രതാപ, നിനക്ക് എന്നാ പറ്റിയേ, നീ എന്നെ കാണിക്കണേന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, മിണ്ടല്ലേ ഇതേ അങ്ങോട്ട് നോക്കുമെന്ന് പറയും. അപ്പം മഹാലക്ഷ്മി അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, അച്ഛൻ മാത്രമല്ല അച്ഛൻ്റെ മോളും അമ്മയും ഒക്കെ ഇങ്ങനെ പരവേഷം കാണിക്കും എന്ന് പറയണ കേട്ട് ഇത് മഹാലക്ഷ്മിയുടെ സൗണ്ടാണല്ലോ എന്ന് വിചാരിച്ച് കരുണയും മുത്തശ്ശി അങ്ങോട്ട് നോക്കണ സമയത്ത് വളരെ ദേഷ്യത്തോടു കൂടി മഹാലക്ഷ്മി ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി മഹാലക്ഷ്മിയും കണ്ണനും കൂടി ചേർന്ന് പ്രതാപനും കരുണയ്ക്കും മുത്തശ്ശിക്കും അതുപോലെ തന്നെ കമലേശ്വരത്തുള്ളവർക്കൊക്കെ പണി കൊടുക്കുന്ന ഒരു എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ പ്രൊമോ റിവ്യൂ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മാക്സിമം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു പ്രൊമോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.